ഹായ് എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്നും പറയുന്ന മാതിരി തന്നെ എല്ലാം കാണിക്കാനായിട്ടാണ് കേട്ടോ. അതിൽ മുളക്, പുളി, മഞ്ഞൾ, പെരുംജീരകം, മറ്റേ വലിയ ഉള്ളി എല്ലാ സാധനവും ഇട്ട് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടുങ്ങാണ്ട് വേവിച്ച് വെച്ചതാണിത്. മുളക് ഇട്ടതാണ്. നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കാണിക്കാനായിട്ടാണ്, എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പാരാന്ന് പറഞ്ഞ മീനാണ് കേട്ടോ, അയിലല്ല കേട്ടോ, പാരാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് പാര വെക്കണ പാരൻ്റെ കൂടെ പിന്നെ വെച്ചിട്ട് വേണം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതൊക്കെ വെന്തു റെഡി ആയതാണ്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഞാനിതാ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. മൊരിഞ്ഞിട്ടതിൻ്റെ ശേഷം സാധാ പൊരിക്കുന്ന മാതിരി തന്നെ പൊരിക്കാനാണ് ഞാൻ ഇന്നത്തതും. ഞാൻ വലിയ വീഡിയോ, ലോങ് വീഡിയോ ആയിട്ടിട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഇടുന്നില്ല ഇനി, കാരണം അതാരും അങ്ങനെ കാണുന്നില്ല. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ടെ. ഇതിലേക്കും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അത് കുരുമുളകിൻ്റെ പൊടിയാണിത്. കുരുമുളകിൻ്റെ പൊടിയും പച്ചക്കുരുമുളകും മഞ്ഞളും മാത്രമേ ഇതിലുള്ളൂ. കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ടതാണ്. മൂത്തതിൻ്റെ ശേഷം വെളുത്തുള്ളി അതിലിട്ട് കൊടുക്കണം. പിന്നെ അതാ അതിലെ വെറും മഞ്ഞളും പിന്നെ ഉപ്പും പരട്ടി വെച്ചതാണ്. കാരണം മുളക് തേക്കാൻ പറ്റില്ലല്ലോ, മുളക് ഇടാത്ത കറിയാണല്ലോ ഇത്. അതിനെക്കൊണ്ട് അങ്ങനെ തേച്ച് വെച്ചതാണ്. ഞാനിതാ വെളുത്തുള്ളി ഇട്ടെടുത്തിക്കണ. അതിൽ വെളുത്തുള്ളി ഇട്ടെടുത്തിക്കുന്നു. നല്ലോണം ഒന്ന് മരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നല്ലോണം വെളുത്തുള്ളി മരിയട്ടെ. വെളുത്തുള്ളി മരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു നെല്ലിക്കൻ്റെ അത്ര വലുപ്പമില്ല കേട്ടോ, അതിൻ്റെ പകുതി പുളിവെള്ളം എടുക്കുക. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ നമ്മൾ എടുത്തുവെച്ച സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഇത്രയേ പണിയുള്ളൂ ഇത് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇതൊന്ന് നല്ലോണം ഇതായിട്ട് മീനിടുക. ഇതാ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു മീൻ ഇതിലേക്ക് ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ ഓരോ മീൻ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് വേവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിതാ ഇത് ഓരോന്നിങ്ങനെ മറിച്ചിടണം കേട്ടോ. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഓരോന്നും അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. പോലും ചുവന്ന മുളകും പൊടി ഇട്ടിട്ടില്ലേ, ഞങ്ങൾ കണ്ടിക്കണതല്ലോ. ഇത് മഞ്ഞളുടെ കളറാണ് ഈ കാണുന്നത്. കുരുമുളക് ഇട്ടിട്ടാണ് ഫുള്ള് വെച്ചത്. അടിപൊളി സാധനമാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് വെക്കേണ്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.